Module 4, Role of Manager in Supply Chain. Key Enablers in Supply Chain Management. അതിൽ Supply Chain Management എന്താണ്? It is the management of the network of interconnected business involved in ultimate provision of product and service package required by end customers. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്കുകളുടെയും അല്ലെങ്കിൽ ഇൻ്റർകണക്റ്റഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കണക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ organization experienced that they must rely on effective supply chains or network to be able to compete in global market and network the economy. ദെൻ അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ ബാക്കിയുള്ള ഗ്ലോബൽ മാർക്കറ്റിലും അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് സപ്ലൈ ചെയിൻ കൊളാബറേഷൻ എനാബ്ലേഴ്സ് ആർ കീ ടു വാല്യൂ ചെയിൻ. ദ 4 മെയിൻ സപ്ലൈ ചെയിൻ എനാബ്ലേഴ്സ് ആർ. അപ്പോൾ സപ്ലൈ ചെയിൻ എനാബ്ലേഴ്സ് എന്താണെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ സപ്ലൈ ചെയിൻ എനാബ്ലേഴ്സാണ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. മെയിനായിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 4 ഏരിയാസാണ്. ഓർഗനൈസേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി, സ്ട്രാറ്റജിക് അലയൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓർഗനൈസേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ. There has to be a coherent business strategy that aligns business units towards same goals, formal process flow methodologies to enable the supply chain management improvements. People committed to and responsible for cross-functional process, right process metrics, identified to guide operating units, performance towards strategic organizational, that is SCM's objective. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് വരുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ട മെയിൻ കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. ദെൻ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് അവിടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പീപ്പിൾ ദർ വിൽ ബി കമ്മിറ്റഡ് ടു ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ക്രോസ് ഫങ്ഷണൽ പ്രോസസ്സ്. ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൽ എല്ലാ പ്രോസസ്സുകളിലും എൻഗേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൽ മിങ്കിൾ ചെയ്തു പോകുന്ന തരത്തിലുള്ള പീപ്പിൾ വേണം. ദെൻ റൈറ്റ് പ്രോസസ് മാട്രിക്സ് ഐഡൻറ്റിഫൈ ടു ഗൈഡ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ്. ഓർഗനൈസേഷനിലെ ഓപ്പറേറ്റിംഗ് യൂണിറ്റുകളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള പ്രോസസ് മെട്രിക്സ് വേണം. അതായത് ഏത് രീതിയിലായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് വേണ്ടത് എന്നുള്ളതിനൊരു ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ദെൻ പെർഫോമൻസ് ടുവേർഡ്സ് സ്ട്രാറ്റജിക് ഓർഗനൈസേഷണൽ SCM's ഒബ്ജക്റ്റീവ്. ദാറ്റ് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവിന് രീതിയിലുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുകയും കൂടെ വേണം. ദെൻ നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് ഇൻഫർമേഷൻ ടെക്നോളജി. Information technology, the operations, marketing and logistics data should be coordinated within the company. Data should be readily available for the managers. Operations, marketing and logistics data should be coordinated between companies. Linking supply chain management to enterprise resource planning system is vital as well. ഇവിടെ പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി. നമ്മൾക്കറിയാം സപ്ലൈ ചെയിൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ വേണം. ഇപ്പോൾ ഓർഡർ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ വേണം. ദെൻ ആ ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്യണമെങ്കിൽ ആ ഡെലിവറിങ് ഏജൻസിക്ക് കൂടെ നമ്മൾ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മളുടെ സപ്ലൈ ചെയിൻ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് സ്ട്രാറ്റജിക് അലയൻസ്. In strategic alliance, expectation should be clearly stated, understood and agreed upon front collaborating on supply chain products and service strategies. Top management of partnering companies interfere on regular basis. Top management communicate why strategic alliance are important and should be pursued. Then strategic alliance എന്ന് പറയുന്നത്
ഒരു ഓർഗനൈസേഷൻ, അതായത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് അവർ നല്ല രീതിയിൽ ഓർഗനൈസേഷൻ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ സപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ നല്ല രീതിയിൽ റെഗുലർ ബേസിസിൽ അതുപോലെ തന്നെ കമ്പനീസിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കണം. അതുപോലെ തന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് വൈ സ്ട്രാറ്റജിക് അലയൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് കമ്പനീസ് തമ്മിൽ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നതും ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗനൈസേഷൻസ് അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ദെൻ അത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ ഫേമിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു സ്ട്രാറ്റജിക് അലയൻസ് ആണ് നടക്കുന്നത്. അവരുടെ ഒബ്ജക്റ്റീവ് എന്താ? ഈ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നത് വരെ അവർ സ്ട്രാറ്റജിക് അലയൻസിലാണെന്ന് നമ്മൾക്ക് പറയാം. അതായത് ജോയിൻ്റ് ആയിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. സോ അവിടെ സ്ട്രാറ്റജിക് അലയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. In human resource management, the organization should source, hire and select skilled quality people at all levels of management. Find change agents to campaign supply chain management implementation. Then compensation incentives in place for supply chain management performance. Finding the internal process facilities. Have appropriate job description and responsibilities. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും ഒരു സപ്ലൈ ചെയിൻ എനാബിളറാണ്. ഇവിടെ ചെയ്യുന്ന എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് വരുന്നത് ഹ്യൂമൻ ബീങ്സിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ കറക്റ്റ് പേഴ്സൺ, ഓർഗനൈസേഷൻ ആവശ്യമുള്ള കറക്റ്റ് പേഴ്സണെ സോഴ്സ് ചെയ്യുക, അതായത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ അവരെ ഹയർ ചെയ്യുക, സെലക്ട് ചെയ്യുക, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യുക, എല്ലാ ലെവൽസിലും കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഫിക്സ് ചെയ്യുക. ദെൻ സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ദെൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുക. ദെൻ കറക്റ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക, ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഏത് ജോബിന് അതിൻ്റെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്, അതുപോലെ ജോബിന് ആവശ്യമുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ്, ഏതൊക്കെ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഏതൊക്കെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസിനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലെവൽസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഫസ്റ്റ്, സ്ട്രാറ്റജിക് പ്ലാനിങ്. Every effective supply chain strategy begins with solid long-term decision making. The strategy level lays the groundwork for entire supply chain process from beginning to end and is an essential part of supply chain management. Strategy level supply chain decisions are usually the first step of developing a good process. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജി മേക്കിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ സപ്ലൈ ചെയിൻ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഒരു ലോങ് ടേം ഡിസിഷൻ അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യണം. ദെൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് പോവേണ്ടത് എന്നുള്ളത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഫിക്സ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി നമ്മൾ ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അതാണ് സ്ട്രാറ്റജി ഫിക്സിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ വരുന്നത്. ദെൻ നമ്മൾക്കറിയാം ഏതൊരു കാര്യത്തിലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്ലാനിങ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റ്. Business makes short-term decisions involving the supply chain at tactical level. At the strategy level, general planning begins, but processes are actually defined at the tactical level. Tactical decisions play a big role in controlling cost and minimizing risk. At this level, focus is on customer demands and achieving the best end value. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്യേണ്ടത് ടാക്റ്റിക്കൽ മാനേജ്മെൻ്റ് ആണ്. ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റിലാണ് എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ജനറൽ പ്ലാനിങ് മാത്രമേ നമ്മൾ സ്ട്രാറ്റജിക് ലെവലിൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ടാക്റ്റിക്കൽ ലെവലിലാണ്. ദെൻ ടാക്റ്റിക്കൽ ഡിസിഷൻസിലൂടെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ റിസ്ക് മിനിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റിലൂടെയാണ്. ദെൻ അറ്റ് ദിസ് ലെവൽ ദ ഫോക്കസ് ഇസ് ഓൺ കസ്റ്റമർ ഡിമാൻഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫേമിൻ്റെ വാല്യൂ അച്ചീവ് ചെയ്യുക എന്നുള്ളതുമാണ് ടാക്റ്റിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫോക്കസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഓപ്പറേഷണൽ ലെവൽ. The operation level of supply chain management is the most obvious. These are the day-to-day processes, decision-making and planning that take place to keep the supply chain active.
അപ്പോൾ ഓപ്പറേഷൻ ലെവൽ അറിയാമല്ലോ, ഓപ്പറേഷൻസ് എന്താണ്, അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് സെക്ഷൻ ഇതാണ്. ദെൻ ഡേ ടു ഡേ പ്രോസസ്സസ് എന്തൊക്കെയാണ് വരുന്നത്? ഡേ ടു ഡേ പ്രോസസ്സസ്, ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, ഇതെല്ലാം ചെയ്യുന്നത് എന്തിലാണ്? ഈ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി ആയിട്ടുള്ള ഓപ്പറേഷണൽ ലെവലിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദെൻ the mistake that many companies make is to jump straight into operational management without focusing on the strategy and tactical level. അപ്പോൾ ഓപ്പറേഷൻ ലെവൽ എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ചില കമ്പനീസ് എന്ത് ചെയ്യും? സ്ട്രാറ്റജീസ് പ്രിപ്പയർ ചെയ്യാതെ, അതുപോലെ തന്നെ ടാക്റ്റിക്കൽ ലെവലിൽ ആ സ്ട്രാറ്റജീസിനെ ഡിഫൈൻ ചെയ്യാതെ നേരെ ഓപ്പറേഷൻ ലെവലിലേക്കായിരിക്കും മിക്ക ഓർഗനൈസേഷൻസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് എഫക്റ്റീവ് ആവണം എന്നില്ല. The effective operational level process are the result of strong strategic and tactical planning. അപ്പോൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ഓപ്പറേറ്റീവ് ലെവൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ഫങ്ഷൻസ് പെർഫോം ചെയ്യണം ഒരു ഓർഗനൈസേഷന് എന്നുണ്ടെങ്കിൽ, സ്ട്രാറ്റജിക് ലെവലും അതുപോലെ തന്നെ ടാക്റ്റിക്കൽ പ്ലാനിങ്ങും രണ്ടും അതിൻ്റെ ബേസ് ആയിട്ട് നിന്നാൽ മാത്രമേ ഈ ഓപ്പറേഷൻ ലെവലിൽ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ഇനി ഈ എനാബിളേഴ്സിൻ്റെ, സപ്ലൈ ചെയിൻ എനാബിളേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഓർഗനൈസേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഫർമേഷൻ ടെക്നോളജി, സ്ട്രാറ്റജിക് അലയൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇവരുടെ റോള് എന്താണ്? വേരിയസ് ലെവൽസ്, സപ്ലൈ ചെയിൻ്റെ ഓരോ ലെവലിലും ഇവരുടെ റോൾ എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടു ബി റെഡ്യൂസ്ഡ്. നല്ല രീതിയിലുള്ള സപ്ലൈ ചെയിൻ എനാബിളേഴ്സിനെ നല്ല രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നമുക്ക് സേവ് ചെയ്യാം. ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ടു ബി മിനിമൈസ്ഡ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ദാറ്റ് ഇൻവെൻറ്ററി കോസ്റ്റ്, ലേബർ കോസ്റ്റ്, അങ്ങനെയുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റുകൾ നമ്മൾക്ക് റെഡ്യൂസ് ചെയ്യാം. ദെൻ ഓപ്ഷണൽ സ്പെൻഡ് ടു ബി റെഡ്യൂസ്ഡ് ആൻഡ് കംപ്ലയൻസ് ടു ബി എൻഫോഴ്സ്ഡ്. ദെൻ ഓപ്ഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതെല്ലാം റെഡ്യൂസ് ചെയ്യാം. ദെൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ദെൻ കീ ക്രോസ് ഫങ്ഷണൽ പ്ലാനിങ് പ്രോസസ് ടു ബി ഇംപ്രൂവ്ഡ്. മെയിനായിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ദെൻ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഫോർ ഗ്രോത്ത് ടു ബി കൺഫിഗേർഡ്. പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഷെയർ പോർട്ട്ഫോളിയോ എന്ന് കേട്ടിട്ടുണ്ട്. അത് ഒരു ഷെയറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ പല കമ്പനികളുടെ പല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഒരെണ്ണത്തിൽ നിന്നുണ്ടാകുന്ന റിസ്ക് മറ്റേതിൽ നിന്നുള്ള പ്രോഫിറ്റിനെ കൊണ്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്യാതെ പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് ലോസ് ആയാലും മറ്റൊരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് വെച്ച് നമ്മൾക്ക് മാനേജ് ചെയ്ത് പോവാം. സോ അത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ടു ബി റീസ്ട്രക്ചേർഡ്. മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്കും റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഡക്റ്റ് ഇന്നോവേഷൻസ് ടു ബി ടാർഗറ്റഡ് ആൻഡ് ടൈം ടു മാർക്കറ്റ് ടു ബി റെഡ്യൂസ്ഡ്. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വരുന്ന ടൈം, അതായത് സപ്ലൈ ചെയ്ത് അതിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അത് സെല്ല് ചെയ്യാനും വരുന്ന ആ ഒരു ടൈം റെഡ്യൂസ് ചെയ്യാനും പ്രോഡക്റ്റ് ഇന്നോവേഷൻസ് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഗോൾസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ടു ബി അലൈൻഡ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഗോൾസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനും, അതായത് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ദെൻ ഇൻഫർമേഷൻ ആക്യുറസി ആൻഡ് ഷെയറിങ്. നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലൊരു എനാബിളറാണ്. സോ ഇൻഫർമേഷൻ ആക്യുറസി ഇതിൽ ഉണ്ടാവും. ദെൻ പ്രൈസിങ് സ്ട്രാറ്റജീസ് ടു ബി ഡിസൈൻ ടു സ്റ്റെബിലൈസ് ഓർഡേഴ്സ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കൊളാബറേറ്റീവ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജിക് അലയൻസിലൂടെ കൊളാബറേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ കൊളാബറേറ്റീവായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ് മിങ്കിൾ ചെയ്ത് പ്ലാൻ ചെയ്യാനും സാധിക്കുന്നു. ദെൻ ഓപ്പറേഷണൽ പെർഫോമൻസ് ടു ബി ഇംപ്രൂവ്ഡ്. ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ റീപ്ലനിഷ്മെൻറ്റ് ലീഡ് ടൈം ടു ബി റെഡ്യൂസ്ഡ്. ലീഡ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ വരുന്ന ആ ഒരു ടൈമാണ് ലീഡ് ടൈം. ഓക്കെ, ഓർഡർ കിട്ടി അത് ഫുൾഫിൽ ചെയ്യാൻ വരുന്ന ഒരു ടൈമാണ് ലീഡ് ടൈം. അത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ലോട്ട് സൈസ് ടു ബി റെഡ്യൂസ്ഡ്. ലോട്ട് സൈസ്, ദാറ്റ് ഇസ് സൈസ് ഓഫ് ഓർഡർ, അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എൻകറേജിങ് റീറ്റെയിലേഴ്സ് ടു ഓർഡർ ഇൻ സ്മോളർ ലോട്ട്സ് ആൻഡ് റെഡ്യൂസ് ഫോർവേഡ് ബൈയിങ്. ദെൻ ചെറിയ ലോട്ട്സ് ആയിട്ട്, ബൾക്ക് ഓർഡർ അല്ലാതെ ചെറിയ ലോട്ട്സ് ആയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് ഓർഡർ ലോട്ട്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനും അതിലൂടെ ഡിഫറെൻറ്റ് ഓർഡേഴ്സിലൂടെ ഡിഫറെൻറ്റ് ക്യാരേജ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഓർഡർ ഡെലിവറി റേറ്റ് ഒക്കെ ഇല്ലേ, ഡെലിവറി ചാർജസ്, അതൊക്കെ കൂടുതൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ദെൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആൻഡ് ട്രസ്റ്റ്. നല്ല രീതിയിൽ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പാർട്ട്ണർഷിപ്പിൽ കൊളാബറേറ്റീവായിട്ട് വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു.
ദെൻ അപ്പോൾ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ റോള് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ബാരിയേഴ്സ്. എന്തൊക്കെയാണ് ബാരിയേഴ്സിൽ വരുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്ന ബാരിയേഴ്സാണ്. എനാബ്ലേഴ്സിൻ്റെ റോളാണ് നമ്മൾ പറഞ്ഞത്. ഇനി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ബാരിയേഴ്സാണ്. ലാക്ക് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. അവിടെ ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല. അതുപോലെ നോൺ അലൈൻഡ് സ്ട്രാറ്റജിക് ആൻഡ് ഓപ്പറേറ്റിംഗ് ഫിലോസഫീസ്. നമ്മൾ പറഞ്ഞു പല ഓർഗനൈസേഷൻസിനും നമ്മൾക്ക് ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓർഡർ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ഡെലിവറി ചെയ്യാനും ഒക്കെ. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഫുള്ളി അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾക്ക് സപ്ലൈ ചെയിനിലൂടെ സാധിക്കില്ല. എപ്പോഴും ഒരേ ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡേഴ്സിനെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. സോ അത് ഒരു ലാക്കാണ് അല്ലെങ്കിൽ ബാരിയറാണ്. ദെൻ ഇനബിലിറ്റി ഓർ അൺവില്ലിങ്നെസ് ടു ഷെയർ ഇൻഫർമേഷൻ. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യരുത് എന്നുള്ളത് റൂളാണ്. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാതെ ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല. സോ അതവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ലാക്ക് ഓഫ് ട്രസ്റ്റ് എമംഗ് സപ്ലൈ ചെയിൻ മെമ്പേഴ്സ്. സപ്ലൈ ചെയിൻ മെമ്പേഴ്സ് തമ്മിൽ അവർ ഈ ഒരു ഓർഡറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഡർ ഡെലിവറി ചെയ്യാൻ വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യണമെന്നില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് അൺവില്ലിങ്നെസ് ടു ഷെയർ റിസ്ക് ആൻഡ് റിവാർഡ്സ്. ദെൻ മാനുഫാക്ചറിങ് ഫേമിൽ നിന്ന് പ്രോഡക്റ്റ് കൊണ്ട് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഉള്ള റിസ്ക് ചില ടൈമുകളിൽ കൊണ്ടുപോകുന്ന ഡെലിവറി ചെയ്യുന്ന ആൾ തന്നെ ആ ഒരു പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന റിസ്ക്കോ ഡാമേജസോ ഹാൻഡിൽ ചെയ്യണം എന്നാണ്. പക്ഷേ മാനുഫാക്ചറിങ് ഫേമിന് തന്നെ ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. ദെൻ ഇൻഫ്ലെക്സിബിൾ ഓർഗനൈസേഷണൽ സിസ്റ്റം ആൻഡ് പ്രോസസ്സ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എപ്പോഴും സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആണ്. സോ അത് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. ദെൻ ക്രോസ് ഫങ്ഷണൽ കോൺഫ്ലിക്ട്സ്. ഓരോ ഫങ്ഷണൽ ഏരിയാസ് അല്ലെങ്കിൽ ഹെഡുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ. ദെൻ ഇൻകൺസിസ്റ്റൻറ്റ് ഓർ ഇൻആഡിക്വേറ്റ് പെർഫോമൻസ് മെഷേഴ്സ്. കറക്റ്റായിട്ടുള്ള രീതിയിൽ പെർഫോമൻസ് മെഷർ ചെയ്തില്ലെങ്കിൽ അത് ഒരു ബാരിയറാണ്. ദെൻ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ബാക്കിയുള്ളവരുടെ വർക്കിംഗ് റുട്ടീനാണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് ഷെഡ്യൂളോ വർക്കിംഗ് പ്രോസസ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ വിമുഖത കാണിക്കുകയാണെങ്കിൽ അതൊരു ബാരിയറാണ്. ദെൻ ലാക്ക് ഓഫ് ട്രെയിനിങ് ഫോർ ന്യൂ മൈൻഡ് സെറ്റ് ആൻഡ് സ്കിൽ. പുതിയ വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടായിരിക്കില്ല നമ്മൾ ഇതിലേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. സോ അത് ഇതിൻ്റെ ഒരു ബാരിയറാണ്. ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.